ആരാണ് പാടുന്നത്, ആരാണ് സംഗീതം ചെയ്യുന്നതെന്നോ ആർക്കും അറിഞ്ഞോളൂ. ഇപ്പം ഞാൻ പെട്ടെന്ന് ജയന്തിയുടെ അടുത്ത് ഒരു പാട്ട് ചോദിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ സംഗീതവും ബാക്കി ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല ഇന്നത്തെ ഇതിന്. അതായത് ഐഡൻറ്റിറ്റി ഇല്ല. അതായത് ഇപ്പം ഇളയരാജ ചെയ്യുന്ന പാട്ടാണെങ്കിൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാം ഇളയരാജ അല്ലേ, ഒരു ഇളയരാജ ടച്ച്. രവീന്ദ്രൻ ചെയ്യുന്ന കേട്ടാൽ ആ സിഗ്നേച്ചർ മനസ്സിലുണ്ട്. സിഗ്നേച്ചർ ഔസേപ്പച്ചൻ ചെയ്യുന്ന അറിയാം, പിന്നെ ജോൺസൺ മാസ്റ്ററെ അപ്പം തന്നെ അറിയാം, ദേവരാം മാസ്റ്ററെ അറിയാം, ബാബുരാജിനെ നമുക്കറിയാം, ദക്ഷിണാമൂർത്തി അറിയാം. ഇവരെല്ലാം പഴയ ആൾക്കാരെയാണ്. അല്ല ഞാൻ പറയുന്നത് ഓരോ ആൾക്കാരെ ഞാൻ പറയുന്നത്. പുതിയതിലും ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. മോഹൻ സിത്താര ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, എം ജയചന്ദ്രൻ ചെയ്യുന്ന മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഇല്ലേ? അപ്പോൾ അതൊക്കെ അത്രയും വരെ ഉള്ളൂ. പിന്നെ നോക്കുമ്പോഴത്തേക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഞാൻ ആരെയും മ്യൂസിക് ഡയറക്ടേഴ്സിന് പുതിയ ആൾക്കാരെ കുറ്റം പറയുന്നതല്ല, നിങ്ങളൊക്കെ വളർന്നു വരണമെങ്കിലും ട്രൈ ടു മേക്ക് എൻ ഐഡൻറ്റിറ്റി.